ഇത് 10 ദിവസത്തിൻ്റെ ഇടയിൽ എത്രാമത്തെ തവണയാണ് കൊച്ചിക്ക്? ആണോ? അപ്പോൾ പോവാ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യാത്തതാണല്ലോ. ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഒരു വ്ളോഗ് ഇടാന്ന്. രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ അമ്മ കലിപ്പ്. അത് നിന്റെ മാത്രം പ്രശ്നമാണ്. നീ ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് പറയാനില്ല ചിപ്പി. അതെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടാവും എനിക്കറിയില്ല. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുമ്പോഴായിരിക്കും ലോകത്തുള്ള എല്ലാ കാറുകളും ഉള്ള ട്രാഫിക് ബ്ലോക്കുകളും ലോറികളും ജീപ്പുകളും ഒക്കെ ഇറങ്ങണത്. അത് നിന്റെ വിധി. 1:30 ആവും ഗൈസ്. ഇതൊന്നും കാണിച്ചു 1:30 ആവും നമ്മൾ എത്താനായിട്ട്. കുറച്ച് ബാക്കിലേക്ക് വെച്ചാലേ ആവുള്ളൂ. കുറച്ച് ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് സുഗൈസ്. ഓൾമോസ്റ്റ് ടൈം കാണിച്ചേക്കണം 1:30 നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു വിൽ ബി അറൗണ്ട് ഒരു 2:30 ആവുമായിരിക്കും അല്ലേ? അങ്ങനെ ഇരിക്കുന്നു. അല്ല, ഇപ്രാവശ്യം പോകുന്നത് ആക്ച്വലി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. MES കൊടുങ്ങല്ലൂരില് അവരുടെ PG ഡേ ആണ് നാളെ. സോ അപ്പൊ അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇപ്പൊ സമയം എന്തായി? 10:50. ഓക്കെ, ആ സമയം ഞങ്ങളിപ്പോ എവിടെ എത്തിയത്? അടൂരെത്തി, നിർത്തി ഫുഡ് കഴിച്ചു. പക്ഷെ നമ്മള് അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതെ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു കിടിലൻ മസാല അല്ല ചിക്കൻ ദോശ. ചിക്കൻ ദോശ അടിപൊളിയാണ്. എനിക്ക് ആക്ച്വലി ആ ദോശയേക്കാളും ഇഷ്ടം അതിന്റെ കൂടെയുള്ള ഒരു രക്ഷയില്ലാ സാധനം. സൂപ്പർ സാധനമാണ് കേട്ടോ. അങ്ങനെ 1:30 ഞങ്ങൾ ഏകദേശം അങ്കമാലി എടുക്കാറായി. ഓൾമോസ്റ്റ് 10-12 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്, സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്താനായിട്ട്. നല്ല ട്രിപ്പായിരുന്നു. ചിപ്പേര് 4-5 വട്ടം ഉറങ്ങി. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, വെറുതെ കള്ളം പറയാണ്. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. 3 തവണ കൊച്ചി വന്നു പോയി. എന്റെ കഴുത്തിന്റെ നടുവിന്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് നേരെ ഫിസിയോതെറാപ്പി. സംഘങ്ങളെ വിളിച്ച് ഞാനിപ്പോക്കെ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഹോട്ടലിലെത്തി. നമ്മള് കൊച്ചി സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിരം സ്റ്റേ അടിക്കുന്ന സ്ഥലമാണ് അല്ലേ? ഏതാണ്? ഹോട്ടൽ എലിഗൻസ്. ഈ കാണുന്ന ബോർഡല്ല, ഇതിനപ്പുറത്തുള്ള ബോർഡ് ഹൈപ്പർ മാർക്കറ്റ്. അവിടെ എപ്പോഴും ചായയും കോഫിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ തുറന്നിരിക്കുന്നത്. അതെ, നമ്മൾ എലിഗൻസിലെത്തി. കണ്ടോ ഗൈസ്, ബാർ ഓപ്പൺ അല്ല. അതിനെന്ത് പ്രസക്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തി. കണ്ടു ചേട്ടൻ വന്നു, ഗേറ്റ് തുറന്നു. നമ്മള് സ്ഥിരം അവിടെയാണോ വണ്ടി ഇടുന്നത്? അപ്പൊ അതിനകത്തൊരു പറങ്കിമാവിന്റെ എന്തൊരു തേങ്ങ, ഫിഗ്, വൈൽഡ് ഫിഗിന്റെ മരം ഉള്ളതുകൊണ്ട് അതിന്റെ ഇല വീണ് കുളവാതിരിക്കാൻ ഇന്ന് ഇപ്പുറത്തോട്ട് ഇടുന്നു. പക്ഷെ ഇവിടെ മുകളിലൊരു പനയുണ്ട്. അത് കുഴപ്പമില്ല, സീനില്ല, വലിയ വിഷയമല്ല. ഓക്കെ, ബാക്കി ഇനി നാളെ കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസും കൂടെ ആഡ് ചെയ്ത് വെക്കാം. ഗുഡ് നൈറ്റ് ഗൈസ്. അല്ല, റൂം കാണിക്കാം അല്ലേ? അത് കാണിക്കാം ഗുയ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ എലഗൻസിലെ റൂം. അവര് നമുക്ക് ലേറ്റ് ആയിട്ടാണെങ്കിലും കുറച്ച് ഫ്രൂട്ട് കട്ട്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. റൂം ഇതാണ്, നൈസാണ്. നമ്മൾ പൊതുവേ വരുമ്പോൾ ഇതിനെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഉണ്ടാവാറ്. പക്ഷെ എന്നാലും 2 മണിയായി. എന്താണ് ലേറ്റ് ആക്കാണോ? എന്ത് കാണിക്കുന്നത്? ചെയ്തോ? സാധാരണ കോളേജിലൊക്കെ പോകുമ്പോ ഫോർമൽസ് ഇട്ടിട്ടാണ് പോവാറ്. മാറ്റി. അതെ,
ചിന്തിച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഈസി ആണെന്ന് ചിലപ്പോൾ തോന്നും. സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇപ്പൊ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മേ ബി നീ എടുത്ത വഴികളിലും നമുക്ക് ഈ പറയുന്ന കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു ഡബിൾ ഫേസ് എവിടെയാണെന്നറിയോ? എങ്ങാനും നമ്മളൊന്ന് രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ജോബ് മേഖലയിൽ പോയി കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ നമുക്ക് സക്സസ് ആവണമോ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണോ നിർബന്ധമില്ല. എല്ലാവരുടെയും ലൈഫ് എടുത്ത് പറയാം. അപ്പോൾ എങ്ങാനും നമുക്ക് മാറണമെങ്കിൽ എപ്പോഴും കൂട്ടുകാരും ഫാമിലിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സക്സസ് ആവുമോ, ഇതിൽ കയറിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നും അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ എറണാകുളം വരവ് അവസാനിച്ച് തിരിച്ചു പോവാണ്. പക്ഷെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിന്റെ വിഷ്വൽ എടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചായിരുന്നു. ആള് എടുത്തായിരുന്ന എന്നിട്ട് ഞാനപ്പോ എങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യും പറയും ഗൈസ്. അപ്പൊ ഞങ്ങള് എറണാകുളത്തായതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമകളിൽ ഒന്നാണ് അൽത്തസ സ്പെഷ്യൽ ഷവർമ. അത് കഴിക്കാൻ കയറി കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. പിടിച്ച് എന്താ അറിയോ, ഇനി നമ്മളെ ഫുഡ് ബ്ലോഗർ ഒന്നും ആക്കണ്ട. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രിവാൻഡ്രത്തെ അൽത്താസക്ക് ഇത്ര ടേസ്റ്റ് ഇല്ല. എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. എന്ത് പറയാ? സത്യമായിട്ട് പറ. സത്യമായിട്ട് പറഞ്ഞു. എടി നിനക്കെന്തിനാണ് പേടി? എന്താണ് നിന്നെ തിരുവനന്തപുരംകാർ പിടിച്ച് തിരിയോ? നമ്മളിനി കുറ്റമൊന്നും പറയാനുള്ളല്ലോ ആരെയും. ടേസ്റ്റ് വെച്ച് എന്തോ ഒരു സംഭവം. അതാണ് ഞാൻ എറണാകുളത്ത് നിർത്തി അത് മുടിഞ്ഞ ബ്ലോക്കുള്ള ഏരിയയിലേക്ക് വന്ന് കയറിയിട്ട് കഴിച്ചിട്ട് പോകാൻ വേണ്ടി പോകണം. സൈഡിലെ ബ്ലോക്കൊക്കെ കാണിച്ചത് കൊച്ചി ബേബി കൊച്ചി. എന്താണ് എനിക്ക് നേരെ തുടങ്ങിട്ട് ചെലപ്പോ ഇപ്പൊ തന്നെ വേഗം തന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ട വരുമായിരിക്കും. ഞാൻ നിർത്തി ഇനി പോലെ ഒറ്റയ്ക്ക് വന്നു. അടുത്ത എന്തെങ്കിലും പ്രോഗ്രാംസ് വരികയാണെങ്കിൽ വേഗം തന്നെ 3ാമത്തെ വട്ടമാണ് 12 ദിവസത്തിനിടയിൽ. ബേസിക്കലി ഇപ്പൊ നമ്മള് മറ്റേ സന്തോഷ് കുളങ്ങരയൊക്കെ പറയണ കേട്ടിട്ട് നമ്മള് പറയല്ലോ പാഷനാണ് നമുക്ക് സംഭവം, നമ്മൾ മണി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന്. ഇപ്പൊ എന്തൊക്കെ നോക്കിയില്ലെങ്കിലും നോക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീട്ടമാവും തീട്ടം. 22-ന് വന്നു, എന്നിട്ട് 29-ന് വന്നു, പിന്നെ ഇന്ന് 4, 5. ഇനി എന്താണ്? ഇനി കുറച്ചു കാലത്തേക്ക് ബ്രേക്ക്. വയ്യ, ക്ഷീണമാണ്. ഇല്ല, നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ പറ്റുമെങ്കിൽ ഒരു ദിവസം കൂടെ വരാം. നിനക്ക് അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂര് വഴിക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു, നീ പോയില്ല. നീ എന്നെ പോവാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ലുലുവിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു പോകാനുള്ള വഴി ഉണ്ടായിരുന്നു, നീ സമ്മതിച്ചില്ല. എന്തിനാണ് ഇപ്പൊ എറണാകുളത്ത് പോകുന്നത്? കൊച്ചിയിലെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ ദുരൂഹത നീക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ഇത് കാണുന്ന കുടുംബക്കാര് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ പറ.
എല്ലാവരുടെയും വിചാരം ഞാൻ നിന്നെയും കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു വെള്ളയും ഷർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവർ ആവും ഞാൻ. പറയൂ, നിന്റെ ദുരൂഹ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാട്ടുകാരറിയട്ടെ. അങ്ങനെ നമ്മള് മഹാത്മാഗാന്ധി റോഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കേറാൻ പോവാണ്. ഇത് ഇങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. നീ വ്ളോഗേഴ്സിന് തന്നെ ഒരു അപമാനമാണല്ലോ. പറഞ്ഞിട്ടില്ലേ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗില് CB കപ്പിൾ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടല്ലോ. ഓ അല്ലേ പിന്നെ അണ്ണ അർബൻ ജംഗ്ഷൻ ഫാഷൻ ടിവി. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടാണ്. ഇതെന്ത് ബിരിയാണിയാ? തൊപ്പി വാപ്പ ബിരിയാണി. അതെന്ത് ബിരിയാണി അറിഞ്ഞൂടാ. ഞാൻ കൊച്ചിയിലാണല്ലോ താമസം, എനിക്കിതൊക്കെ അറിയാൻ വേണ്ടിട്ട്. അതൊരു ശരിയാണല്ലോ. ഇത് ഞാൻ എന്റെ ഡിഗ്രി കാലഘട്ടത്തിൽ തിരിച്ചു കാണിച്ചു കൊടുക്കും. MG റോഡ് ഒത്തിരി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇതിന് തൊട്ടപ്പുറത്തുള്ള കാരിക്കാമുരി എന്ന് പറയുന്നിടത്താണ് നമ്മുടെ കോളേജ് ഉള്ളത്, സോറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ വിഹരിത കേന്ദ്രം. വിഹാര കേന്ദ്രം, വിഹരിത എന്നൊക്കെ. പിന്നെ ആരാണ് ചിപ്പി ഈ പറയുന്ന പോലെ ഇതൊക്കെ ആക്കിയത്? ഉറക്കം വരുന്നതിന്റെ ആണോ പറഞ്ഞൂടെ? ഗോയ്സ്, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്തോ ഒരു നിഗൂഢമായ രഹസ്യം ഈ വഴി പോകുന്നതിനുണ്ടെന്ന്. ഇവക്ക് ഈ പാലം കാണാൻ വേണ്ടിട്ടാണ് ഈ വഴി വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല നുണയല്ലേ? ഈ വ്യൂ ഒരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കി. ഇത് ഞാൻ വിഷ്വല് കാണുമ്പോ നിങ്ങക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് അറിയില്ല, പക്ഷെ ഇത് ഒരു പൊളി വ്യൂ ആണ്. ഇത് കഴിഞ്ഞ അപ്പുറത്തോട്ട് പോകുന്ന റോഡ് നല്ല രസമാണ്. റോഡിനേക്കാളും നല്ലത് ഇത് വഴി കയറി പോകുന്ന. ഗൂയിസ്, അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എത്തി. ഇന്നലെ അടൂരിന്റെ വീഡിയോ എടുത്തായിരുന്നു. അടി എടുത്തില്ല, മറന്നുപോയി ഗായ്സ്. നല്ല ക്ഷീണമായിരുന്നു, കാരണം പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 11, രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക് എടുക്കാറായ സമയമായപ്പോഴേക്കും നമ്മൾ നൈസായിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരുവനന്തപുരം എത്തി. അപ്പോ എനിക്ക് കുറച്ച് കോളേജിലെ വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് തിരിച്ചു വെക്കാം. യെസ്, അപ്പൊ കോളേജിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.